സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറകെ കിടക്കുന്ന ലോറി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെന്താ ചെയ്യാൻ പോണെന്ന്. ഗൈസ് നമ്മളിന്ന് കുറച്ച് മണൽ എടുത്താൻ പോണേണ്. കുറച്ചധികം മണൽ എടുത്താൻ പോണേണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലോഡ് 2-3 ദിവസം മുന്നേ വന്നൊരു ലോഡായിരുന്നു കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ ചെക്ക് പോസ്റ്റിലൊക്കെ നമ്മൾ പിടിക്കോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് അമ്മ ഈ ലോഡ് ഡിക്ലൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കളഞ്ഞ്. ബട്ട് ഇന്നലെയും വിളിച്ചിട്ട് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഡ്രൈവറിനെ വേണം, ഇച്ചിരി മണൽ കടത്താനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്തായാലും ഇന്നലെയും കൂടി വിളിച്ചപ്പോൾ സമ്മതിച്ചു പോയി ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിന്ന് മണൽ കടത്താൻ വേണ്ടി പോണേണ്ട ഗൈസ്. ഓക്കെ, ചെക്ക് പോസ്റ്റ് വഴി നമ്മളിന്ന് കൊച്ചിയിലോട്ട് മണലെടുത്താൻ പോണേണ്. ഇതിപ്പോൾ നമ്മൾ സേലത്തിലാണ് നിൽക്കുന്നത്. സേലം ടു കൊച്ചിയിലേക്ക് മണലെടുത്താൻ പോണേണ്. ഓക്കെ, എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കണുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ എടുത്തും കൊണ്ട് പോകാൻ നേരത്തെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് നമ്മൾ സേലത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൊച്ചിയിലോട്ട് വീഴാന്നുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഏകദേശം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പോണ വഴിക്ക് തന്നെ പറയാം. ഓക്കെ, നമ്മുടെ അത് ഈ വീക്കെൻഡിൻ്റെ പാട്ടാണ് വെച്ചേക്കണം. ഓക്കെ, കോപ്പിറൈറ്റ് അടിക്കണോണ്ട് അത്രയും വോയിസ് ക്ലിയർ ആക്കണല്ലോ. ഓക്കെ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ. ഓക്കെ, അയ്യോ ഇപ്പുറത്തോട്ടായിരുന്നല്ലേ, സോറി ഗേസ്. ഇത് ഓടിക്കുക വീഡിയോ എടുക്കണതിൻ്റെ അടുത്ത് ചെറുതായിട്ട് തെറ്റിപ്പോണ്ട്. ഓക്കെ, അപ്പം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാണ്ടിരുന്നത് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്. ഓക്കെ, എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏറെക്കുറെ കഴിഞ്ഞ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം. ഓക്കെ, പിന്നെ സത്യം പറഞ്ഞാൽ മടിയാണ്. ഓക്കെ, വീഡിയോ എടുക്കണം, പിന്നെ എഡിറ്റ് ചെയ്യണം, പിന്നെ അപ്ലോഡ് ചെയ്യണം ഒക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മടിയാണ്. ഓക്കെ, മടി എന്നെ ഇട്ട് വലപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇങ്ങനത്തേക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ തുടർന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി വേണം. നെഗടി ചേർപ്പിച്ചിടാം. അപ്പം എന്തായാലും നമുക്ക് ഒരു കിളീനെയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു കിളീനെ അവൻ ഇന്ന് വന്നിട്ടില്ല. ഓക്കെ, നാളെ മറ്റന്നാളോ അല്ല നമ്മുടെ കയ്യിൽ ജോയിൻ ചെയ്യുള്ളൂ. അപ്പം അവനെയും കൂടി എന്തായാലും ഒന്ന് കാട്ടിയേക്കാം. അടുത്ത വീഡിയോയിലും കൂടി അവനെ ഒന്ന് കാട്ടാം. ഓക്കെ, സേലം കഴിഞ്ഞ് ഇങ്ങനെ പോകാൻ പോലെ നോക്കി നമുക്ക് കോയമ്പത്തൂര് കടക്കണം, പിന്നെ കൊച്ചിയിലേക്കും കിടക്കണം. അത്രയുള്ള നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്കപ്പോൾ കൊച്ചി നമുക്ക് നമ്മളിപ്പോൾ കൊച്ചിന്ന് സേലത്തിലേക്ക് മണൽ കടത്താന്ന് ചോദിച്ചാൽ അങ്ങനെ ആദ്യത്തെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് സേലത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ടോളുണ്ട്. അവർ ടോളുകാർ പിടിച്ച ആകെ ഗുലുമാലാകും. അതുകൊണ്ടാണ് സേലത്തിൽ നിന്ന് മണലെടുക്കാൻ നേരത്തെ. ഓക്കെ, സേലത്തിൽ നിന്ന് എടുക്കണോണ്ട് കുഴപ്പമില്ല. ഈ കട്ട് റോഡ് കയറി പോവാ. അപ്പം എന്തായാലും ഇപ്പം ഈ വണ്ടിയിൽ ഒറ്റക്കാണ്. ഓക്കെ, വേറെ ഒരുത്തനും കൂടി വരും. അപ്പം അതിനെ കൂടി വന്നിട്ട് അടുത്ത വീട്ടിൽ കട്ടാം. അപ്പം ഗൈസ് എന്തായാലും പോണ വഴിക്ക് നല്ല നല്ല വ്യൂവേഴ്സും നല്ല നല്ല വഴികളും കാണുന്നതിന് നിങ്ങളെ കാണിച്ചു തരാം. അത്ര ഉള്ളൂ. ഓക്കെ, പോണ സ്ഥലത്ത് കൊച്ചിയിലും അല്ലെങ്കിൽ കോയമ്പത്തൂരിലൊക്കെ എത്തുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ നീണ്ട 2 മണിക്കൂറല്ല 1 മണിക്കൂർ താണ്ടി നീണ്ട 1 മണിക്കൂർ താണ്ടി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇപ്പം കൊച്ചിയിലാണ് നിൽക്കണത്. ഇവിടെ ഏതാണ്ടൊരു സ്ഥലത്താണ് നമ്മുടെ മണൽ കെട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിപ്പോൾ കൊച്ചിയിലെത്തി മണലൊക്കെ ഇറക്കി കഴിഞ്ഞ് ബാക്കി കിടക്കണ ലോഡ് നമ്മുടെ മണലൊക്കെ ഇറക്കി കഴിഞ്ഞ്. എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരന്മാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ. അടുത്തൊരു ബൈ.